ഒരേ സമയം മണ്ണെണ്ണയും എണ്ണയും ഉപയോഗിച്ച് കത്തിക്കാം. ഒരുപാട് അച്ചപ്പത്തിന്റെ തട്ടുകൾ ഇവിടെ കാണാം. ഇതെന്തായിട്ട് ഇത്രയധികം അച്ചപ്പ തട്ടുകൾ ഇവിടെ ഇരിക്കുന്നത്? അന്നും ഒരു പൂവുണ്ടായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇതൊരിക്കലും ഇലക്ട്രോണിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരേ സമയം മണ്ണെണ്ണയും എണ്ണയും ഉപയോഗിച്ച് കത്തിക്കാം. മണ്ണെണ്ണയും സാധാ വെളിച്ചെണ്ണയും. എണ്ണ ഇത് മണ്ണെണ്ണ ടാങ്കാ. ഓക്കെ ഓക്കെ. അടിയിൽ മണ്ണെണ്ണ ടാങ്കാണ്. ഇത് മണ്ണെണ്ണ ടാങ്ക്. അത് ഇതിലൊഴിക്കും. ശരി, മേളിൽ ഒഴിക്കും. സാധാരണ മണ്ണെണ്ണ ഒഴിക്കണ മാതിരി. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ മേളില് വെളിച്ചെണ്ണ വെച്ച് ഇത് എണ്ണ എണ്ണത്തിരി. ശരി, നമ്മുടെ സാധാ നിലവിളക്കിന്റെ ഓപ്ഷൻ. ഓക്കെ. ഇത് ഇത്രയും ഭാഗം ചിമ്മിണി വിളക്കിന്റെ ഓപ്ഷൻ. ഇത് ചിമ്മിണി വിളക്ക്. അതില് നമ്മുടെ നിലവിളക്കും കൂടി ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിന്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം. പറഞ്ഞോളൂ. 4 ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ. ഇത് ഒറ്റതിരി. ശരി. ഒറ്റതിരി. ഓക്കെ ഓക്കെ. ഇത് റയറാണ്. ഇത് റൗണ്ട്. ഇത് നമ്മുടെ നിലവിളക്ക് മോഡലാണ്. അത് കഴിഞ്ഞ് ഇത് 3 തിരി. ശരി. 5 തിരി. ശരി. ഓക്കെ ഓക്കെ. താഴെ കെറോസിൻ ടാങ്ക്. അതെ അല്ലെ. ഏകദേശം എത്ര വർഷത്തെ പഴക്കമുണ്ടാവും? അറൌണ്ട് 80 years. ശരി. ഇതിന്റെ പ്രത്യേകത സാധാരണ വീടുണ്ട്. പറയില്ലേ വലിയ തറവാടികള്, അവരെ വീടുകളുണ്ടാവുള്ളൂ. സാധാരണക്കാരുടെ വീട്ടിൽ വീട്ടില് ഈ ചിമ്മിനി വിളക്ക കാണാം, തകരപ്പാട്ട വിളക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വിളക്ക് എന്ന് പറയുമ്പോൾ അത് സ്റ്റാൻഡേർഡിലേക്ക് വരും. അത് നമ്മുടെ ഇതിന്റെ തറവാടിത്ത മഹിമ ശരി വിളിച്ചു പോകുന്ന സാധനം. എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ആണ്. അതിനനുസരിച്ചിട്ട് അതിന്റെ ഇത് വ്യത്യാസം വരും. ഇത് ഞാൻ പറയും വേൾഡിൽ എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇത് കേരളത്തിന്റെ വിളക്കാ. അതെ അതെ അതെ. ഇത്ര വലിയ കളക്ഷൻ എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇതെന്തായിട്ട് ഇത്രയധികം അച്ചപ്പട്ടുകൾ ഇട്ടിരിക്കുന്നത്? ഇതിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഏറ്റവും ആദ്യത്തെ ഇരുമ്പ് അച്ചപ്പ അച്ഛൻ മുതൽ ഇന്ന് വരെയുള്ളത്. ഇതാണ് ഏറ്റവും ആദ്യത്തെ. ഇരുമ്പിന്റെ ആണത്. ഇത് ഇരുമ്പില്ല. ഇരുമ്പിന്റെ പണ്ട് വെള്ളയുടെ നല്ലൊരു പ്രത്യേകതരം ലോക്കാണ് ഇത്. ശരി. ഇത് നോക്കിയാ, ഇതിൽ നോക്കിയാ ഇത് പ്രത്യേക കൊളത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ. അന്ന് വെൽഡിംഗ് ഇല്ല. അതിന് ശേഷം വന്നിട്ടുള്ള ഡിസൈനുകൾ. അതെ. പണ്ട് നമ്മുടെ അമ്മമാര് പറയും നല്ല പൂവുള്ളത് നോക്കിയിട്ട് മേടിക്കാന്ന് പറയും. അതെ അതെ അതെ. സത്യത്തില് പൂവല്ല, ഡിസൈനാണ്. അത്. പക്ഷെ അന്നും ഒരു പൂവുണ്ടായിരുന്നു. താമരപ്പൂ പണ്ടുണ്ടായിരുന്നു അല്ല. താമരപ്പൂവിന്റെ അച്ചപ്പ ഡിസൈനാണ് കാണുന്നത്. ഇത് റയർ പീസാണ്. ഇത് എനിക്ക് തോന്നുന്നത് ജോസഫേട്ടന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഈ കളക്ഷൻ അതായത് ആരും അച്ചപ്പം എന്ന് പറയുമ്പോൾ നമ്മള് നിസ്സാര കാര്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ അച്ചപ്പത്തിന് തന്നെ ഒരുപാട് ഡിസൈൻ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് കാണാൻ പറ്റിയത്. നമ്മുടെ ന്യൂ മോഡല് അച്ചപ്പാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വലിപ്പം ഒന്ന് കാണിച്ചു തരാട്ടാ. പണ്ടത്തെ അച്ചപ്പത്തിന്റെ ഇപ്പോഴത്തെ അച്ചപ്പത്തിന്റെ ഒരു പ്രോഫിറ്റബിൾ മോഡലാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ജോസഫേട്ടന്റെ തന്നെ മറ്റൊരു കളക്ഷനാണ് വെങ്കലപ്പാന എന്ന് പറയും. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം അത് എന്താ സംഭവം എന്ന് ചോദിക്കാം. ജോസഫേട്ട ഇത് എന്താ സംഭവം? ഇത് വെങ്കലപ്പാന ആണ് അതിന്റെ പേര്. ഇത് ശരിക്കും നമ്മുടെ കേരള സംസ്കാരം അല്ലത്. ശരി. എവിടെ നിന്നുള്ളത്? ഇത് തമിഴ്നാടാണ്. അതായത് നമ്മുടെ കേരളത്തില് കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് എന്താ കൊടുക്കുക? പാത്രം പലഹാരം. പാത്രം പലഹാരം. ഇത് അവിടെ കൊടുക്കുന്ന സാധനം പാത്രം പലഹാരം. ഇത് ഈ പാത്രം ഒരെണ്ണം മസ്റ്റാ. ഓക്കെ. ഇതില്ലാണ്ട് വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ല. പിന്നെ ഇത് സർവാടുത്ത മഹിമ വലിച്ചോഴുന്നതാണ് വലിപ്പം. ഇത് ശരിക്കും എന്താണ്? വെങ്കലം തന്നെയാണോ? വെങ്കലം. ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടണ മാതിരി പൊട്ടും. പല തരത്തിലുള്ള വെങ്കലങ്ങളാണ്. അത് വലിപ്പം ഇതനുസരിച്ചിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ പ്രൗഢി കൂടുന്തോറും വലിപ്പം കൂടും. അതാണ് അതിന്റെ തീം വന്നിട്ടില്ല. പെണ്ണ് വലിപ്പം കൊണ്ടുവരികയാണെങ്കിൽ അവിടെ വലിയ കുട്ടീന് കയറിയില്ല. വലിപ്പമുള്ള വെങ്കലത്തിന്റെ പാനി പൈസക്കാരി പാന എന്നാണ് പറയാ. വെങ്കലപ്പാന. ഓക്കെ ഓക്കെ. വെങ്കലപ്പാന എന്നാണ് ഇതിന്റെ പേര്. നമ്മളിത് ജോസഫേട്ടന്റെ അടുത്തൊരു കളക്ഷൻ കാണാണ് നിധികുംഭം. ഇത് എന്താ മെറ്റീരിയൽ ജോസഫേട്ട? ശരിക്കും ബ്രോൺസ് അല്ല, ബ്രാസ് അല്ല എന്ന് പറഞ്ഞാൽ. അതായത് ഈ മെറ്റീരിയല് അത്ര വെയിറ്റ് ഇല്ല. ബ്രോൺസിന്റെ അത്ര വെയിറ്റ്. ശരി. ഇത് പണ്ട് ബാങ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പൊ പണ്ടുള്ളവരെന്താ വെച്ചാൽ പൈസ എടുത്തിട്ട് എന്തെങ്കിലും ഒരു ഇതിലിട്ടിട്ട് ഒളിപ്പിച്ചിടും. അതാണ് അവര് വീട്ടുകാരോടും മക്കളോടും പറയില്ല. അവര് മരണപ്പെട്ടു പോകും. അത് അവിടെ നിധിയായിട്ട് കിടക്കും. അതായത് അവര് എന്തെങ്കിലും ഒരു കല്ല് മരങ്ങളൊക്കെ അടയാളം വെച്ചിട്ടുണ്ട്. ഇവര് പറയില്ല. അതേവരെ അന്ന് അച്ഛന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ സാധാരണ ഇത് ഫുൾ ആയിട്ട് കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് മണ്ണിന്റെ ഉള്ളിൽ കിടന്നാലൊന്നും നശിക്കില്ല. ഒരിക്കലും നശിക്കില്ല. പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ടോ? ഇത് പൊട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ചളക്കങ്ങൾ വന്നിട്ടില്ല. ചളക്കങ്ങൾ വരും. അതാണ് അതിന്റെ ബ്ലെൻഡിന്റെ വ്യത്യാസം. മറ്റേ പൊട്ടില്ല, ചളക്കം വരില്ല. ഏതായാലും ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്.